അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം കേൾക്കണോ? നടൻ മമ്മൂട്ടിയെക്കുറിച്ച് സംവിധായകൻ സലാം ബാപ്പു പങ്കുവെച്ച ഓർമ്മയാണ്. സംഭവം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. മംഗ്ലീഷ് എന്ന സിനിമയുടെ ഗാന ചിത്രീകരണത്തിനായി ഹോളണ്ടിലെ ആംസ്റ്റർഡാമിലേക്ക് ഞാനും മമ്മൂക്കയും ക്യാമറാമാൻ പ്രജീഷ് വർമ്മയും ജോർജേട്ടനും ഷാനി സാക്കിയും മാത്രമേ കേരളത്തിൽ നിന്നും പോയിരുന്നുള്ളൂ. നായിക കരോളിൻ ബെക്ക് അവിടത്തുകാരിയാണ്. ക്യാമറയും യൂണിറ്റും ബാക്കിയെല്ലാം എൻ്റെ കൂട്ടുകാരൻ മുസ്തഫ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. ഒരു റംസാൻ കാലത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ആ ദൈർഘ്യമേറിയ സമ്മറിലെ അവിടുത്തെ പകലിലും മമ്മൂക്ക നോമ്പെടുത്തിരുന്നു. ക്യാമറ യൂണിറ്റിൽ ഹോളണ്ടുകാരും ജർമ്മൻകാരും സ്പെയിനുകാരുമുണ്ട്. ക്യാമറ അസിസ്റ്റന്റായ സാന്ദ്രയെ ഞങ്ങൾ ശ്രദ്ധിച്ചു. വളരെ ആക്റ്റീവായ കുട്ടി. ക്ലാപ്പ് അടിക്കുന്നതും റീഡിംഗ് എടുക്കുന്നതും ലെങ്ത് അളക്കുന്നതും മാർക്ക് ചെയ്യുന്നതും ക്യാമറ മെറ്റീരിയൽ സൂക്ഷിക്കുന്നതുമെല്ലാം സാന്ദ്ര തന്നെ. ഞങ്ങൾ പറഞ്ഞു, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. ആദ്യ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി ഷൂട്ടിങ്ങിന്റെ രണ്ടാം നാൾ സാന്ദ്ര ഒട്ടും ആക്റ്റീവ് അല്ലാതായി. ഒരു ദുഃഖഭാവം, കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് മാറി നിന്ന് കരയുന്നുണ്ട്. ഞാൻ കാരണം ചോദിച്ചു, എന്താ കാര്യം? അവൾ മമ്മൂക്കയെ ചൂണ്ടി പറഞ്ഞു, അദ്ദേഹം കാരണമാണ് ഞാൻ വിഷമിക്കുന്നത് എന്ന്. മമ്മൂക്ക എന്തെങ്കിലും വഴക്കു പറഞ്ഞോ? ചൂടായോ? ഞാൻ പരിഭ്രാന്തനായി. ഇല്ല, അവൾ മറുപടി പറഞ്ഞു. അവളുടെ കാമുകൻ ആംസ്റ്റർഡാമിൽ സ്റ്റുഡന്റ് ആണ്. പേര് ചാൾസ്. അയാൾക്ക് മമ്മൂക്കയുടെ ആദ്യ ദിവസത്തെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവൾ പറഞ്ഞു, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിലെ നായകനാണ്. ഇയാൾക്ക് എത്ര വയസ്സുണ്ടാകും? അവൻ ഒട്ടും സംശയമില്ലാതെ മറുപടി അയച്ചു, 28. അവൾ അല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. 30, 32, 34, 36, 38 അങ്ങനെ മറുപടികൾ നീണ്ടു. ഇതിനും അല്ല എന്ന മറുപടി കേട്ടപ്പോൾ ചാൾസ് നിർത്തി. ഇതിനപ്പുറം പോകില്ല, ഉറപ്പ്, അവൻ കട്ടായം പറഞ്ഞു. അവൾ സമ്മതിക്കാതായപ്പോൾ അവളോട് തന്നെ മമ്മൂക്കയുടെ പ്രായം പറയാൻ അവൻ ആവശ്യപ്പെട്ടു. അവനെ കുറെ കളിപ്പിച്ചതിനു ശേഷം അവൾ പറഞ്ഞു, 63. അവന് വിശ്വാസം വന്നില്ല. അല്ലെങ്കിൽ നിനക്ക് പുരുഷന്മാരോട് ബഹുമാനമില്ല, നീ നുണയാണ് പറയുന്നത്. ഇത് പറഞ്ഞ് അവർ തമ്മിൽ തെറ്റി. ഇപ്പോൾ ബ്രേക്കപ്പിന്റെ വക്കുവരെ എത്തി. ഇതാണ് അവളുടെ സങ്കടത്തിന്റെ കാരണം. മമ്മൂക്കയുടെ പ്രായം ചാൾസിന് ബോധ്യമാക്കി കൊടുക്കണം, എന്നാലേ അവന്റെ പിണക്കം മാറൂ. മുസ്തഫ അവന്റെ കയ്യിലുള്ള മമ്മൂക്കയുടെ പാസ്പോർട്ടിന്റെ കോപ്പി അവൾക്ക് അയച്ചു കൊടുത്തു. അവൾ അത് ചാൾസിന് കാണിച്ചു കൊടുത്തു. അവന്റെ ഹൃദയമുരുക്കി. ഷൂട്ടിന്റെ 3ാമത്തെ ദിവസം മമ്മൂക്കയെ കാണാൻ ചാൾസ് ലൊക്കേഷനിൽ വന്നു. കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്താ ഇന്ത്യക്കാർക്ക് പ്രായമാവില്ലേ എന്ന്. അവന്റെ മുഖത്ത് അപ്പോഴും അവിശ്വസനീയത തളം കെട്ടി നിന്നിരുന്നു. സാന്ദ്ര പഴയതിലും സജീവമായി അന്ന് ജോലിയിൽ മുഴുകി. പിറ്റേന്ന് ആംസ്റ്റർഡാമിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ ചാൾസും സാന്ദ്രയും എയർപോർട്ടിൽ വന്ന് ഞങ്ങളെ യാത്രയാക്കി. ഇക്കാര്യം ദുബായിലെ ഫിറ്റ് FM-ൽ മംഗ്ലീഷ് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അവർ അത് വെച്ച് അവരുടെ വിദേശികളായ സ്റ്റാഫുകളെ വെച്ച് ഒരു വീഡിയോ ചെയ്തു വൈറലാക്കി. സലാം ബാപ്പു പങ്കുവെച്ച അനുഭവം ഇതായിരുന്നു.